ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സസ് കൺട്രോൾസ് ഇൻ ജാവ ക്ലാസ്സസ് ആണ്. ജാവയിൽ ക്ലാസ്സസിന് നമുക്ക് ആക്സസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതായത് നമുക്ക് ചില ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ചില ഇൻഫർമേഷൻസ് പബ്ലിക്കാക്കി എല്ലാവർക്കും കാണുന്ന പോലെ അവൈലബിൾ ആക്കി വയ്ക്കാം. ചില ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കാണുന്ന രീതിക്ക് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തും വയ്ക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ യു ഹാവ് 3 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് പബ്ലിക്ലി ആർക്ക് വേണമെങ്കിലും കാണുന്ന പോലെ ഷെയർ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മാത്രം പ്രൈവറ്റായി കാണുന്ന പോലെയും ഷെയർ ചെയ്യാം. സെയിം കോൺസെപ്റ്റാണ് ഇവിടെയുള്ളത്. ജാവയിൽ മെയിനായിട്ട് ആക്സസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് 4 ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. അതായത് ആർക്കൊക്കെ ഇതിലേക്ക് ആക്സസ് ഉണ്ട്, ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് ഒരു വേരിയബിൾ ആയിക്കോട്ടെ, ആ വേരിയബിൾ ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് നമുക്കതിനെ 4 ആക്സസ് സ്പെസിഫയേഴ്സായിട്ട് തിരിക്കാം. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാവുന്നതാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസിബിൾ എന്നാണ് പബ്ലിക്കിൻ്റെ അർത്ഥം. അതായത് പബ്ലിക് ആയിട്ടുള്ള ഡാറ്റാസ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എനി മെമ്പേഴ്സ് ഓഫ് എനി ക്ലാസ്. ഏത് മെമ്പേഴ്സിന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ പബ്ലിക് എന്ന് വിളിക്കാം. ഇനി പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിന് മാത്രം, അതിൻ്റെ മെമ്പേഴ്സിലൂടെ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾസിനെയാണ് നമ്മൾ പ്രൈവറ്റ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് അതിന് ഒരു ആക്സസ് ഇല്ല, അതിൻ്റെ പുറത്ത് ആർക്കും അതിനെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ പ്രൈവറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്പെഷ്യൽ കേസാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസ് അതിൻ്റെ സബ് ക്ലാസ്സുകൾക്കും, അതല്ല അതൊരു പാക്കേജിലാണ് എങ്കിൽ, പാക്കേജ് എന്ന കോൺസെപ്റ്റ് നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. പാക്കേജ് എന്ന് പറയുന്നത് ഒരു പാക്കേജ് ഓഫ് ക്ലാസ്സസ് ആണ്. കുറേ ക്ലാസ്സുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ പാക്കേജ് എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന കുറേ ക്ലാസ്സുകളെ നമുക്ക് ഒരുമിച്ച് ഒരു പേരിട്ട് ഒരു പാക്കേജ് ആക്കി വയ്ക്കാം. അപ്പോൾ ഒരു പാക്കേജ്, സെയിം പാക്കേജിൽ പ്രൊട്ടക്റ്റഡ് ആണ് എങ്കിൽ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ് വിത്തിൻ സെയിം പാക്കേജ് ഓർ ബൈ എനി ഓഫ് ഇറ്റ് സബ് ക്ലാസ്സസ്. ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ സബ് ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസ് നമുക്ക് വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ്. ബേസ് ക്ലാസ് ആണ്, ബേസ് ക്ലാസ്സും ആ ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് സബ് ക്ലാസ്സുകൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സബ് ക്ലാസ്സിന് ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കിട്ടുന്നു. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് എങ്കിൽ സബ് ക്ലാസ്സുകൾക്ക് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അപ്പോൾ സെയിം പാക്കേജിലുള്ളതിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആണ് എങ്കിൽ ഈവൻ അതിൻ്റെ സബ് ക്ലാസ്സുകൾക്ക് പോലും പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ക്ലാസ്സിനല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ആക്സസിബിൾ എൽസ്വെയർ അതർ ദാൻ ദി സെയിം ക്ലാസ്. ആ ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പബ്ലിക് ആണെങ്കിൽ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ജാവ നമുക്ക് ഡീഫോൾട്ട് എന്ന് പറയുന്നൊരു ടൈപ്പും കൂടി തരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മളായിട്ട് ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ജാവ ഡീഫോൾട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യും. ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്സസ് വിത്തിൻ ഇറ്റ്സ് ഓൺ പാക്കേജ്. ഔട്ട്സൈഡ് പാക്കേജ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. ഒന്നും കൊടുത്തിട്ടില്ല, ഇൻറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ഡീഫോൾട്ട് പാക്കേജ്. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ക്യാർ സി എന്ന് നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്ന കീവേഡ് ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പബ്ലിക് ആണ് എങ്കിൽ പബ്ലിക് എന്ന കീവേഡ് നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പബ്ലിക് ഇൻറ്റ് ഐ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പ്രൈവറ്റ് ഇൻറ്റ് എ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്കതിനെ ആക്സസ് സ്പെസിഫൈസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡീഫോൾട്ട് ആണെങ്കിൽ ഡീഫോൾട്ട് എന്ന് എഴുതണ്ട, നമ്മൾ ചുമ്മാ സാധാരണ പോലെ നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്താൽ മതി, ഡെഫിനിഷൻ ചെയ്താൽ മതി. ദിസ് ഈസ് ഹൗ നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് പറയുന്നത്. സോ ദിസ് ഈസ് എ എക്സാമ്പിൾ
ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഉള്ള ഇൻസ്റ്റൻസ് വേരിയബിൾസിൽ ഐ എന്ന് പറയുന്ന പബ്ലിക്കാണ്, ജെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഡബിൾ വേരിയബിളാണ്, സി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വേരിയബിളാണ്, എഫിന് നമ്മൾ ആക്സസ് സ്പെസിഫയർ പറയാത്തതുകൊണ്ട് ഡിഫോൾട്ടാണ് അതിൻ്റെ ആക്സസ്. നെക്സ്റ്റ് ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡ് പബ്ലിക് മെത്തേഡാണ്. സോ ഈ മെത്തേഡും പുറത്തുള്ളവർക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സസ് ആണ് നമ്മൾ പറയുന്നത്. സെയിം ക്ലാസ്സിൽ കാണാൻ പറ്റും. പ്രൈവറ്റ് ക്യാൻ ബി സീൻ ഇൻ സെയിം ക്ലാസ്. സെയിം പാക്കേജിലുള്ള സബ് ക്ലാസ്സുകൾക്ക് കാണാൻ പറ്റില്ല. സെയിം പാക്കേജിലുള്ള നോൺ സബ് ക്ലാസ്സുകൾക്കും കാണാൻ പറ്റില്ല. ഡിഫറെൻറ്റ് പാക്കേജിലുള്ള സബ് ക്ലാസ്സുകൾക്കും കാണാൻ പറ്റില്ല. ഡിഫറെൻറ്റ് പാക്കേജിൽ നോൺ സബ് ക്ലാസ്സുകൾക്കും കാണാൻ പറ്റില്ല. പ്രൈവറ്റ് ആണെങ്കിൽ സ്വന്തം ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡീഫോൾട്ട് ആണ് എങ്കിൽ സെയിം ക്ലാസ്സിൽ കാണാം. ആ ക്ലാസ് ഉള്ള പാക്കേജ്, ഇപ്പോൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ കുറേ ക്ലാസ്സുകളുടെ ഇതിനകത്ത് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്ന് പറഞ്ഞ് കുറേ കുറേ ക്ലാസ്സുകളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു പാക്കേജ്. ഇപ്പോൾ ഡീഫോൾട്ട് ആണ് എങ്കിൽ ഇപ്പോൾ C1ൻ്റെ അകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു വേരിയബിൾ ഉണ്ട് എങ്കിൽ ഇറ്റ് വിൽ ബി സീൻ ഇൻ C4, C2, C3 കാണാനായിട്ട് പറ്റും. സെയിം പാക്കേജിൽ നോൺ സബ് ക്ലാസ്സുകൾക്കും കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു വേറൊരു പാക്കേജ് ഉണ്ട് എങ്കിൽ ഈ പാക്കേജിൽ കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ C5 എന്ന് പറയുന്ന വേറൊരു പാക്കേജാണ് എങ്കിൽ C5ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെയിം പാക്കേജിലുള്ള സബ് ക്ലാസ്സുകൾക്കും നോൺ സബ് ക്ലാസ്സുകൾക്കും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊട്ടക്റ്റഡ് ആണ് എങ്കിൽ സെയിം ക്ലാസ്സിന് ആക്സസ് ചെയ്യാം. സെയിം പാക്കേജിലെ സബ് ക്ലാസ്സുകൾക്ക്, സെയിം പാക്കേജിൽ ഇതിപ്പോൾ സബ് ക്ലാസ് ആണ് എങ്കിൽ അതിന് ആക്സസ് ചെയ്യാം. സബ് ക്ലാസ് അല്ലെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് സെയിം പാക്കേജിൽ നോൺ സബ് ക്ലാസ്സുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. സെയിം പാക്കേജ് ആണെങ്കിൽ നമുക്ക് സ്വന്തം പോലെ യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് പാക്കേജിൽ ഇപ്പോൾ ഈ C5 എന്ന് പറയുന്നത് C1ൻ്റെ ചൈൽഡാണ് എങ്കിൽ, ഇവർ തമ്മിലൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട് എങ്കിൽ, അത് C1ൻ്റെ പ്രോപ്പർട്ടീസൊക്കെ C5ന് നമ്മൾ എടുത്ത് കൊടുക്കുകയാണ് എങ്കിൽ C5ന് ആക്സസ് ചെയ്യാം. സബ് ക്ലാസ് ആണ് എങ്കിൽ ആക്സസ് ചെയ്യാം. അതല്ല എങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രൈവറ്റ് ആണെങ്കിൽ സെയിം ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. ഡീഫോൾട്ട് ആണെങ്കിൽ സെയിം പാക്കേജിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ സെയിം പാക്കേജിലും എനി സബ് ക്ലാസ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിൽ എല്ലായിടത്തും ആക്സസ് ഉണ്ട്. ദിസ് ഈസ് ഹൗ നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് കൊടുക്കുന്നത്. ഇതിൻ്റെ ആക്സസ് ഇങ്ങനെയാണ്. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ A ഇറ്റ് ഹാസ് ഡിഫോൾട്ട് ആക്സസ്, B ഇറ്റ് ഹാസ് പബ്ലിക് ആക്സസ്, C പ്രൈവറ്റ് ആണ്. ഹിയർ വി ഹാവ് എ മെത്തേഡ് സെറ്റ് C എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. C പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ Cന് നമുക്ക് പുറത്തെവിടെയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. Cന് നമുക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കണം, അതിന് വാല്യൂ എന്തെങ്കിലും സെറ്റ് ചെയ്യണം, അതിൻ്റെ വാല്യൂ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് എ മെത്തേഡ് ഓഫ് ദി സെയിം ക്ലാസ്. ആ സെയിം ക്ലാസ്സിൻ്റെ മെത്തേഡ് യൂസ് ചെയ്ത് മാത്രമേ Cനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ Cന് വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് മാത്രമുള്ളൊരു ഫങ്ഷനാണിത്. സെറ്റ് C ഇൻറ്റ് I എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമുക്ക് I എന്ന് പറയുന്നൊരു വാല്യൂ ഇതിന് കോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ I എന്ന വാല്യൂവിൽ കിട്ടുന്ന വാല്യൂ വെച്ച് Cന് വാല്യൂ കിട്ടുന്നു. അതാണ് ഇവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഗെറ്റ് C എന്ന് പറയുമ്പോൾ Cൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട്, Cനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ആക്സസ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ഇറ്റ് ഹാസ് മെയിൻ. ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. OB എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. OBക്കകത്ത് Aൻ്റെ അകത്ത് വാല്യൂ 10 എന്ന് പറഞ്ഞു. A എന്ന് പറയുന്ന ഡിഫോൾട്ട് ആക്സസ് ആണ്. വി ക്യാൻ ആക്സസ് ഇൻ ഹിയർ. ഇതൊരു ക്ലാസ് ആണ്. സെയിം പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരേ പ്രോഗ്രാമിലായതുകൊണ്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി പാക്കേജ് എന്ന കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് രണ്ടും സെയിം പാക്കേജിലാണ് ബൈ ഡിഫോൾട്ട്. ഒരേ പ്രോഗ്രാമിൻ്റെ അകത്താണെങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട് സെയിം പാക്കേജിലാണ് എന്നാണ് മീനിങ്. അപ്പോൾ ഇത് രണ്ടുപേർക്കും ആക്സസ് ചെയ്യാം. ഡിഫോൾട്ട് ആയതുകൊണ്ട് ആക്സസ് ചെയ്യാം. OB.B = 20. B ഒരു പബ്ലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം. 20 എന്ന വാല്യൂ കൊടുത്തു. ഇനി ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരുന്നു എങ്കിൽ OB.C = 100 എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് റോങ്. ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ബിക്കോസ് C പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ളതിനെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് സിക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കണമെങ്കിൽ ob.setC എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്നു, ഇതിനെ വിളിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ ഒറിജിനൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ c = 100 എന്ന് നമ്മൾ ചെയ്യുന്നു. ഇനി നമ്മൾ എയിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ob.a എന്ന് പ്രിൻറ്റ് ചെയ്താൽ മതി, ob.b എന്ന് ബീൻ്റെ വാല്യൂ കിട്ടാൻ പ്രിൻറ്റ് ചെയ്താൽ മതി. സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഗെറ്റ് സി എന്ന മെത്തേഡിനെ വിളിക്കേണ്ടതായിട്ട് വരും. ഡയറക്റ്റ്ലി നമുക്ക് ob.c എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് us ആൻ എറർ. ob.getC എന്ന് പറയുമ്പോൾ സിൻ്റെ വാല്യൂ ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ 100 എന്ന വാല്യൂ ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നു. c = 100 എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദിസ് ഈസ് ഹൗ access specifiers work in Java. Hope you understand it. Thank you.